നടപടിക്ക് മടിക്കുകയാണ്. CPM വല്ലാത്തൊരു പ്രതിസന്ധിയിലാണ്. ഇപ്പോൾ നടപടി എടുക്കാനും വയ്യ, SITയെ വിശ്വാസമില്ല എന്ന് പറയാൻ വയ്യ, SITയെ കുറ്റപ്പെടുത്താൻ വയ്യ, SITയെ സ്വാഗതം ചെയ്യുകയും ചെയ്യണം, ഒരേ സമയം SITയുടെ കണ്ടെത്തലുകളെ അംഗീകരിക്കാനും വയ്യ. ഇങ്ങനെയൊരു പ്രതിസന്ധിയിലാണ് ഇപ്പോൾ CPM ഉള്ളത് എന്നുള്ളതാണ്. അപ്പോൾ ഇന്ന് പറഞ്ഞ ഫേസ്ബുക്ക് പോസ്റ്റ് CPM സംസ്ഥാന കമ്മിറ്റി അംഗം P. ജയരാജൻ്റെ ഫേസ്ബുക്കിലെ വാചകം ഇതാണ്: ഉത്തരവാദപ്പെട്ട സ്ഥാനങ്ങളിൽ ഇരിക്കുന്നവർ ഇക്കാര്യത്തിൽ പുലർത്തിയ അവധാനതയില്ലായ്മ നീതീകരിക്കാൻ കഴിയുന്നതല്ല എന്നുള്ളതാണ്. ഒരു തരത്തിലും നീതീകരിക്കാൻ കഴിയുന്നതല്ല. പക്ഷേ അദ്ദേഹം ഈ പോസ്റ്റിൽ പറയുന്നത് ഫയലിൽ ചെമ്പുപാളി എന്ന് ഉദ്യോഗസ്ഥർ രേഖപ്പെടുത്തിയത് കറക്റ്റ് ചെയ്യുന്നതിൽ പഴയ ദേവസ്വം ബോർഡ് പ്രസിഡന്റും പഴയ ദേവസ്വം കമ്മീഷണർക്കും വീഴ്ച പറ്റിയെന്നുള്ളതാണ്. അതായത് ഉദ്യോഗസ്ഥരെ വീഴ്ച തിരുത്താത്ത ഇരുന്ന ദേവസ്വം ബോർഡിലെ പ്രധാനികൾ എന്ന രൂപത്തിലാണ് അതിനെ അദ്ദേഹം കണ്ടിരിക്കുന്നത്. പക്ഷേ അതല്ല, അവരാണ് അതിൻ്റെ ആസൂത്രകർ എന്നുള്ളതാണല്ലോ SITയുടെ കണ്ടെത്തൽ. ഇപ്പോൾ റിമാൻഡ് റിപ്പോർട്ടിൽ പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇതിൽ പത്മകുമാറിൻ്റെ കൈപ്പടയാണ്. കൈപ്പടയിൽ എഴുതിയ കാര്യം മാർച്ച് 2019 ദേവസ്വം ബോർഡ് പ്രസിഡന്റ് A. പത്മകുമാറിൻ്റെ അധ്യക്ഷതയിൽ കൂടാൻ തീരുമാനിച്ച ബോർഡ് യോഗത്തിൻ്റെ അജണ്ട നോട്ടീസിൽ സ്വന്തം കൈപ്പടയിൽ സ്വർണം പതിച്ച ചെമ്പുപാളികൾ എന്നതിനു പകരം ചെമ്പുപാളികൾ എന്നു മാത്രം എഴുതി ചേർത്തതിൻ്റെ അടിസ്ഥാനത്തിൽ സ്വർണം പൂശി തിരികെ കൊണ്ടുവരുന്നതിന് ബോർഡ് അനുവാദം നൽകുകയും അപ്രകാരം ചെയ്യുന്നതിന് ഒത്താശ ചെയ്തതായി ഇതുവരെ നടത്തിയ അന്വേഷണത്തിൽ വെളിവായി എന്നാണ് പറയുന്നത്. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട തെളിവായി ഉണ്ടാകുന്നത്.